വരൂ വരൂ. അങ്കിളെ ഇരിക്കെ. കിരണ അഞ്ജന വാ ഇരിക്കെ. ശ്യാമലാൻഡി ദേ ഇങ്ങോട്ടിരിക്കെ. ഹേമചേച്ചി യശോദിയൊക്കെ എവിടാ മോളെ? അവരൊക്കെ കഴിച്ചോ? അതെന്തൊരു ചോദ്യ ശ്യാമളെ. വിരുന്നുകാരായ നിങ്ങൾ കഴിക്കാതെ ഞങ്ങളെ വീട്ടുകാരിരുന്ന് കഴിക്കുവോ? എന്റെ പൊന്നു ബാല, അങ്ങനെയുള്ള ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട. അവരെയും കൂടെ വിളി, നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കഴിക്കാമല്ലോ. ഇനി ഇപ്പോഴൊന്നും അവർക്ക് കഴിക്കാൻ പറ്റും തോന്നില്ല. അമ്മയും ചേച്ചി രമേശ് ചേട്ടനൊക്കെ ഛർദിച്ച് അവശരായിരിക്ക. അവർക്ക് വയറിന് പിടിക്കാത്ത എന്തോ കഴിച്ചതിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. ചെറിയൊരു വോമിറ്റിങ്, വേറെ കുഴപ്പമൊന്നുമില്ല. സാമ്പാറിലെ പല്ലി വീണേന്റെ ശബ്ദത്തിലാണെന്ന് ഇവർക്ക് ഇതുവരെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. എന്താ അങ്ങനെ നോക്കി നിൽക്കുന്ന? എല്ലാരും ഇരിക്കേ. ബാലിരിക്കേ, നമുക്കെല്ലാം ഒന്നിച്ചിരുന്ന് കഴിക്കാമല്ലോ. ഇന്നത്തെ ദിവസം എന്തായാലും ആദ്യം വിരുന്നുകാര് കഴിക്കേ. അത് കഴിഞ്ഞിട്ടേ ഞങ്ങള് കഴിക്കുന്നുള്ളൂ. എന്റെ മരുമകളുടെ കൈപ്പുണ്യം എത്രത്തോളം ഉണ്ടെന്ന് ഇന്ന് നിങ്ങൾക്ക് കാണാം. ഒന്ന് കഴിച്ചു നോക്കിയിട്ട് സത്യസന്ധമായിട്ട് അഭിപ്രായം പറയണം. ആ കാര്യം ഞാൻ ഏറ്റു. ഞാൻ നല്ല ഭക്ഷണപ്രിയനാ. നല്ലത് കിട്ടിയാൽ നല്ലതെന്ന് തന്നെ പറയും. മോശമാണെങ്കിൽ മുഖസ്ഥിതി ഇല്ലാതെ മോശമാണെന്ന് തന്നെ പറയും. അപ്പൊ പിന്നെ വിഷമം തോന്നരുത്. ഒരു വിഷമമില്ല. ഞാനും കൂടുതൽ മെച്ചപ്പെടുത്താൻ ശ്രമിക്കും, അത്രേ ഉള്ളൂ. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് തുറന്നു പറയുക തന്നെയല്ലേ വേണ്ടത്. ഇതാണ് എന്റെ മരുമകള്. ബാലനങ്ങളെ, ഞങ്ങൾക്കൊരു കമ്പനി തരാനെങ്കിലും അങ്കിളൊന്ന് കൂടിയിരിക്കേ. ഇരിക്കെ ബാലമാമേ, ഞാനും അനുവും കൂടി വിളമ്പിക്കോളാം. എല്ലാവരും കൂടി ഇങ്ങനെ നിർബന്ധിക്കുമ്പോ ഇനി ഞാൻ വാശി പിടിക്കുന്നില്ല. ഇരുന്നേക്കാം. മോഷണം നടത്തിയതിന്റെ പേരിലല്ലേ ദ്രൗപദി അമ്മേ നിങ്ങളുടെ ഭർത്താവിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്? അതും എന്റെ തിരുവാഭരണം മോഷ്ടിച്ചത് നാട്ടുകാർ അറിഞ്ഞതിന്റെ അപമാനത്തിൽ. സത്യം പുറത്തു കൊണ്ടുവന്ന ബാലൻ മാഷ് അതിൽ എന്തു തെറ്റാ ചെയ്തത്? അനാവശ്യ ചിന്തകൾ മനസ്സിൽ നിറച്ചത് പോരാഞ്ഞിട്ട് കളവ്രതമെടുക്കുകയും അതും പറഞ്ഞ് എന്റെ പേരിൽ സത്യം ചെയ്യുകയും ചെയ്തു അല്ലേ? അത് തെറ്റല്ലേ ദ്രൗപദി അമ്മേ? ഒരു ചെറിയ ശിക്ഷ ഞാൻ തന്നില്ലെങ്കിൽ ദ്രൗപദി അമ്മ ഒരുപാടങ്ങ് അഹങ്കരിക്കും. തൽക്കാലം ഇതിരിക്കട്ടെ.